ഒരു ഗുഹയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗുഹ, ഇരുളിന്റെ സ്ഥലം. ഒരു ദിവസം ഞാൻ എന്റെ സഹോദരിയുടെ മകളുമായി ഒരു കടൽത്തീര ഗുഹയിൽ പ്രവേശിച്ചു. സൂര്യൻ തെളിഞ്ഞിരുന്നു. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഭയമില്ലാതെ അകത്തു കടന്നു. പക്ഷേ പതുക്കെ വെളിച്ചം കുറഞ്ഞു. ഞങ്ങൾ കൂടുതൽ അകത്തുപോയി. പിന്നെ ഒരു വളവ് തിരിഞ്ഞു. അപ്പോഴാണ് ഇരുൾ. സാധാരണ ഇരുട്ടല്ല, പൂർണ്ണമായ ഇരുട്ട്. കണ്ണുകൾ തുറന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ടാക്കുന്ന ഇരുട്ട്. ശബ്ദമില്ല, കാറ്റില്ല, നമ്മുടെ ശ്വാസം മാത്രം, ഭയം മാത്രം. അവൾ എന്റെ കൈപിടിച്ചു പറഞ്ഞു. എനിക്കൊന്നും കാണുന്നില്ല. എനിക്കും കാണുന്നില്ലായിരുന്നു. ഇരുളിൽ നഷ്ടപ്പെട്ടവർ. അപ്പോൾ ഞാൻ എന്റെ ഫോൺ കണ്ടെത്തി. ഒരു ചെറിയ വെളിച്ചം. വളരെ ചെറിയത്. ഒരു നാണയത്തിന്റെ വലിപ്പം മാത്രം. പക്ഷേ ആ ചെറിയ വെളിച്ചം എല്ലാം മാറ്റി. ഇരുളില്ലാതായില്ല. പക്ഷേ അതിന്റെ ശക്തി കുറഞ്ഞു. ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ശ്വസിച്ചു. ഞങ്ങൾ പ്രത്യാശ നേടി. ആ വെളിച്ചത്തോടെ ഞങ്ങൾ പുറത്തേക്കെത്തി. ഇന്ന് രാത്രി നാം ആ ഗുഹയിലാണ്. നാം ഇരുളിൽ തുടങ്ങി. നിശബ്ദമായ ദേവാലയം. നാം കാത്തിരിക്കുന്ന ലോകം. പിന്നീട് ഒരു ജ്വാല. പാസ്ക മെഴുകുതിരി. വലിയ ഇരുളിൽ ചെറിയ വെളിച്ചം. നാം നോമ്പുകാലം കടന്നു. വ്രതം. പരിവർത്തനം. ക്രൂശിന്റെ നിഴൽ. കല്ലറയുടെ നിശബ്ദത. ഇരുൾ നമുക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി നാം ഒറ്റയ്ക്കല്ല. വെളിച്ചം വന്നിരിക്കുന്നു. ഇതാണാ രാത്രി. സ്വാതന്ത്ര്യത്തിന്റെ രാത്രി. മരണത്തെ ജയിച്ച രാത്രി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ രാത്രി. ഇരുൾ സത്യമാണ്. വേദന സത്യമാണ്. ഭയം സത്യമാണ്. പാപം സത്യമാണ്. പക്ഷേ ഇന്ന് രാത്രി ഇരുൾ അവസാന വാക്കല്ല. വെളിച്ചമെത്തിയിരിക്കുന്നു. വെളിച്ചം നമ്മെ കണ്ടെത്തിയിരിക്കുന്നു. പഴയ സഭയിലെ ഒരു ശബ്ദം പറയുന്നു. ക്രിസ്തു ഇരുളിലേക്കിറങ്ങുന്നു. ആദമിനെ അന്വേഷിക്കുന്നു. മനുഷ്യനെ. നമ്മെ. എന്റെ ദൈവമാണ് നീ. എഴുന്നേൽക്കുക. ഞാൻ മരിച്ചവരുടെ ജീവനാകുന്നു. അവൻ കൈപിടിക്കുന്നു. അവൻ ഉയർത്തുന്നു. അവൻ പുറത്തേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ഇരുൾ എന്തുമാകട്ടെ, നിങ്ങളുടെ ഗുഹ എന്തുമാകട്ടെ, ക്രിസ്തു അവിടെയുണ്ട്. അവൻ പറയുന്നു, എഴുന്നേൽക്കുക. ഇന്നീ വെളിച്ചം പ്രഖ്യാപിക്കാൻ എളുപ്പമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ക്രിസ്തുവാണ് രക്ഷകൻ എന്നു പറയുന്നത് ചിലപ്പോൾ വില കൊടുക്കേണ്ട കാര്യമാകുന്നു. വാരാണസിയിലെ ഫാദർ പെരേരയെപ്പോലെ. സാക്ഷ്യം കൊടുത്തതിനാൽ ശിക്ഷ അനുഭവിക്കുന്നവർ, സത്യം പറഞ്ഞതിന് വില കൊടുക്കുന്നവർ. പക്ഷേ ഇതാണ് നമ്മുടെ ചോദ്യം. നാം ഭയപ്പെടുമോ? അല്ലെങ്കിൽ നാം വെളിച്ചമാകുമോ? ക്രിസ്തു ക്രൂശിൽ മിണ്ടാതിരുന്നില്ല. കല്ലറയിൽ അവൻ അടഞ്ഞുകിടന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നാം സാക്ഷികൾ. ഇന്ന് നാം ആനന്ദിക്കുന്നു. മറിയം മഗ്ദലിനെയെപ്പോലെ. ഓടിപ്പറഞ്ഞ ആനന്ദം. ശിഷ്യന്മാരുടെ ധൈര്യം. ഈ വെളിച്ചം അണഞ്ഞിട്ടില്ല. ഇതിവിടെയുണ്ട്. ഇത് ജീവിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു. നാം അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു. എല്ലാ ഇരുട്ടിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ മരണത്തിൽ നിന്നും വെളിച്ചം നമ്മെ കണ്ടെത്തി. ഇപ്പോൾ നിങ്ങൾ ആ വെളിച്ചമാകുക. അല്ലേലൂയ. ആമേൻ.